ട്രേസ് ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫുൾ ഗ്രില്ല് ചിക്കനാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച 2 കിലോ ചിക്കനാണ്. അതിൽ ഞാനിങ്ങനെ വരഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് വരഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഗരം മസാല 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, പിന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ. ഇത്രയാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഇതെങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഈ ലെമൺ ജ്യൂസ് ഉപയോഗിച്ചതൊന്ന് കുഴയ്ക്കാം. ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിച്ച് കുഴയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ലെമൺ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മസാല നന്നായിട്ട് കോഴിയിൽ നന്നായിട്ട് പുരട്ടി ഞാൻ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റിന് വെക്കാം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ റൊട്ടിസറി റാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു റാക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം ഓവനിൽ വെച്ചിട്ട്. ഓക്കെ, ഞാനിത് ഇനി റാക്കിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൈയും കാലും ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിന് ഞാനിങ്ങനെ കൈയും കാലും ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. നമുക്ക് ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് 20 മിനിറ്റ്, അതിന് ശേഷം ഒന്ന് ഓയിൽ നമുക്ക് പുരട്ടി കൊടുത്തിട്ട് രണ്ടാമത് 25 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 20 മിനിറ്റ് കൊടുക്കാം. ടേൺ ഗ്രിൽ മൈക്രോ പ്ലസ് ടേൺ ഗ്രിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. ദെൻ 20 മിനിറ്റ് സ്റ്റാർട്ട്. അങ്ങനെ ആദ്യത്തെ പാർട്ട് നമ്മുടെ കുക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ടാമത് നമുക്ക് 25 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഓയിൽ നന്നായിട്ട് ഇതിൻ്റെ അകത്തൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഒരു 25 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫുൾ ഗ്രില്ല് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.